കാഞ്ഞിരപ്പുഴ കുമ്പളം ചോലയിൽ പരാജയപ്പെട്ട CPM അംഗത്തിന്റെ പ്രതികാരം കുടിവെള്ളം മുട്ടിച്ചുകൊണ്ടെന്ന് നാട്ടുകാർ. കുടിവെള്ള പദ്ധതിയുടെ കൺവീനറായ മുൻ പഞ്ചായത്ത് അംഗം കറണ്ട് ബില്ല് അടയ്ക്കാത്തതോടെ KSEB പദ്ധതിയിലേക്കുള്ള വൈദ്യുതി വിച്ഛേദിച്ചു. ഇലക്ഷൻ റിസൾട്ടിന് ശേഷം വെള്ളം കിട്ടിയിട്ടില്ലെന്ന് പുതിയ പഞ്ചായത്ത് അംഗം സന്ധ്യ. അപ്പോൾ ഇലക്ഷൻ കഴിഞ്ഞ പിന്നെ 12-ാം തീയതി മുതൽ വെള്ളം കിട്ടിയിട്ടില്ല. ഞങ്ങൾ 135 കുടുംബങ്ങൾ അതിൽ വെള്ളം പിടിക്കുന്നുണ്ട്. പക്ഷേ കറണ്ട് ബില്ല് അടയ്ക്കാത്ത കാരണം കൊണ്ട് നേരത്തെ നിന്ന പ്രതീഷ് മെമ്പർ പറഞ്ഞ ഒരാളായിരുന്നു നിന്നത്. അവർ കറണ്ട് ബില്ല് അടയ്ക്കാത്തത് കൊണ്ട് ഫീസ് ഊരിപ്പോയി. പിന്നെ 60,000 രൂപ ബാലൻസ് പെൻഡിങ്ങും വെച്ചിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെയൊക്കെ ബാധ്യത പുതിയ അംഗങ്ങൾക്ക് പറഞ്ഞു കൊടുത്താലല്ലേ നമുക്ക് അവർക്ക് ഏറ്റെടുക്കാൻ പറ്റുള്ളൂ. അതൊന്നും ഏറ്റെടുക്കാത്ത കൊടുത്തിട്ടില്ല ഇതുവരെ. ജനങ്ങൾ വയലൻ്റായി നിൽക്കുന്നുണ്ട്. അപ്പോൾ അതിന് എത്രയും പെട്ടെന്ന് ഒരു പ്രതിവിധി തന്നേ പറ്റൂ. കുടിവെള്ളം ഇല്ലാതെ കാരണം ഞങ്ങളുടെ ആ പരിസരത്ത് 134 പേർക്ക് കുടിവെള്ളം കിണറില്ല, പൈപ്പ് ലൈന് മാത്രമേ ഉള്ളൂ. ഇത് ആശ്രയിച്ചിട്ടാണ് ജനങ്ങൾ മൊത്തം നിൽക്കുന്നത്. എന്തെങ്കിലും പ്രതിവിധി ഉടനെ ചെയ്തു തരണം, അല്ലെങ്കിൽ രൂക്ഷമായി കൊണ്ടിരിക്കുകയാണ്. ജനങ്ങൾ വയലൻ്റായി ഇരിക്കുകയാണ്. കാഞ്ഞിരപ്പുഴ പഞ്ചായത്ത് 3-ാം വാർഡ് കുമ്പളംചോലയിൽ 135 കുടുംബങ്ങളാണ് കുടിവെള്ള പദ്ധതിയെ ആശ്രയിക്കുന്നത്. കഴിഞ്ഞ 2 തവണയായി CPM ആണ് വാർഡ് ഭരിക്കുന്നത്. 14 അംഗങ്ങളുള്ള കമ്മിറ്റിയുടെ നേതൃത്വത്തിലായിരുന്നു മുൻകാലങ്ങളിൽ കുടിവെള്ള പദ്ധതി നടപ്പാക്കിയിരുന്നത്. വൈദ്യുതി ചാർജിനും അറ്റകുറ്റപ്പണികൾക്കുമുള്ള തുക ഉപഭോക്താക്കളിൽ നിന്ന് ഈ കമ്മിറ്റി പിരിച്ചെടുക്കും. കഴിഞ്ഞ പഞ്ചായത്ത് ഭരണസമിതിയുടെ കാലം മുതൽ കമ്മിറ്റി അംഗങ്ങളെ ഒഴിവാക്കി പഞ്ചായത്ത് അംഗം പ്രതീഷും ഭാര്യയും ചേർന്നാണ് പദ്ധതി നടത്തിപ്പിനുള്ള ഫണ്ട് പിരിച്ചിരുന്നതെന്ന് പഞ്ചായത്ത് അംഗം സന്ധ്യ പറഞ്ഞു. നിങ്ങൾ ഇത് ചാർജ് ഏൽപ്പിച്ചു കൊടുക്കുമ്പോൾ അതെങ്ങനെയായിരുന്നു? ഞങ്ങൾ ഫസ്റ്റ് തുടങ്ങിയത് 14 കമ്മിറ്റി അംഗങ്ങളുണ്ട്. അത് ഞങ്ങൾ ഓരോ ഭരണങ്ങൾ 5 വർഷം കഴിയുമ്പോൾ മാറി മാറി വരുമ്പോൾ അവർ ഏറ്റെടുക്കുകയാണ്, അങ്ങനെ കൈമാറുകയാണ്. അന്നേരം കൊടുക്കുമ്പോൾ 14 അംഗം കൊടുത്ത് ലാസ്റ്റ് 2 ഭരണം വന്നു. 2ാമത്തെ ഭരണം വന്നപ്പോൾ കമ്മിറ്റി അംഗങ്ങളൊന്നുമില്ല, ആരുമില്ല. അവർ ഭാര്യയും ഭർത്താവും മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. കമ്മിറ്റി ഭാര്യ പിരിക്കാൻ വരും, ഭർത്താവ് കൺഷനൊക്കെ ഇതാക്കും. പക്ഷേ കമ്മിറ്റി അംഗങ്ങൾ ഇപ്പോൾ ഇല്ലാത്തത് കൊണ്ട് മൊത്തം പഴയ മെമ്പറാണ് ഒക്കെ ഏറ്റെടുത്തിരിക്കുന്നത്. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് ഇപ്പോൾ നല്ല പ്രശ്നമായിട്ട് നിൽക്കുകയാണ്. നിലവിൽ KSEBക്ക് മാത്രം 6,000 രൂപ കുടിശ്ശിക ഉണ്ട്. അതടച്ചാലേ KSEB വൈദ്യുതി പുനഃസ്ഥാപിക്കൂ. കൂടാതെ അറ്റകുറ്റപ്പണിയടക്കം 60,000 രൂപയുടെ ബാധ്യതയാണ് മുൻ പഞ്ചായത്ത് അംഗം വരുത്തിയിരിക്കുന്നത്. നിലവിൽ KSEBക്ക് മാത്രം 6,000 രൂപ കുടിശ്ശിക ഉണ്ട്. അതടച്ചാലേ KSEB വൈദ്യുതി പുനഃസ്ഥാപിക്കൂ. കൂടാതെ അറ്റകുറ്റപ്പണിയടക്കം 60,000 രൂപയുടെ ബാധ്യത വരുത്തിയിട്ടുണ്ട്. മുൻ പഞ്ചായത്ത് അംഗം കണക്ക് ബോധിപ്പിച്ചാലേ പദ്ധതി ഏറ്റെടുക്കാനാവൂ എന്ന് കുമ്പളംചോലയിൽ സ്വതന്ത്ര സ്ഥാനാർത്ഥിയായി മത്സരിച്ച് വിജയിച്ച സന്ധ്യ പറയുന്നു. ബില്ലടച്ചവരും വിടാൻ തയ്യാറാണ്. കറണ്ട് ബില്ല് 6,000 രൂപ അടയ്ക്കാനുണ്ട്. ഒരുപാട് 134 പിരിവ് നടത്തിയതാണല്ലോ. ഇത്രയും ബാലൻസ് എങ്ങനെ ബെൻഡിങ് എങ്ങനെ 60,000 ബെൻഡിങ് എങ്ങനെ വന്ന്? കാരണം ജനങ്ങൾ ഇവരോട് പിരിക്കാത്തത് കൊണ്ടും വാങ്ങാത്തത് കൊണ്ടല്ലേ. അത് കറക്റ്റായി കിട്ടണം. കാരണം അത് കറക്റ്റായി കൊടുത്താലാണ് പുതിയ കമ്മിറ്റി അംഗങ്ങൾ ഏറ്റെടുക്കുകയുള്ളൂ. ഇത്രയും ബാധ്യത ഏറ്റെടുക്കാൻ ആർക്കും കഴിയില്ല. അപ്പോൾ കറണ്ട് ബില്ലാണ് ഇപ്പോൾ ഫീസ് ഊരിപ്പോയത് കൊണ്ട് അത് അത്യാവശ്യമായിട്ട് അടച്ച് അവൻ തന്നെ ഇതിന്റെ ക്ലിയർ ആക്കി തരണം. പ്രതീക്ഷ പഞ്ചായത്ത് സെക്രട്ടറിക്കും പോലീസിനും പ്രദേശവാസികൾ പരാതി നൽകിയിട്ടുണ്ട്. അക്ഷരാർത്ഥത്തിൽ 135 കുടുംബങ്ങളുടെ കുടിവെള്ളം വഴിമുട്ടി. പൊതുകിണറിൽ നിന്ന് വെള്ളം കൊരിച്ചുമെന്ന് വീട്ടിലെത്തിക്കേണ്ട സ്ഥിതിയിലാണ് വീട്ടമ്മമാർ. വെള്ളത്തിന് ഇപ്പൊ എന്താ ചെയ്യണേ? വെള്ളത്തിന് ഇപ്പോൾ 2-3 ദിവസമായിട്ട് കിണറിൽ നിന്ന് കോരിയാണ്. ഇത്രയും ദിവസം ഒരാഴ്ച കഴിഞ്ഞില്ലേ, അത് മൊത്തം അവിടെയുള്ളൊരു 2-3 സർക്കാർ കിണറുണ്ട്, അതൊന്ന് മൊത്തം കോരിയെടുക്കുകയാണ്. കാരണം പഴയ ആൾക്കാരല്ലല്ലോ, ഒക്കെ വയസ്സായവർ, കുഞ്ഞുങ്ങൾ എല്ലാവർക്കും ഉണ്ട്. പഴയത് നമ്മൾ ആദ്യം വെള്ളം കോരി, ഇപ്പോൾ ആർക്കും ഒന്നും സഹായിക്കുന്നില്ല. ഒക്കെ BP, ഷുഗർ, കൊളസ്ട്രോൾ, അങ്ങനെ ഒരുപാട് അസുഖങ്ങളുണ്ട്. അപ്പോൾ അവർക്ക് ബുദ്ധിമുട്ടല്ലേ. തരുന്ന സ്വർണം നല്ലതും വിശ്വസിക്കാൻ പറ്റുന്നതായിരിക്കും. നമ്മുടെ കെൻസ ഗോൾഡൻ ഡയമണ്ട്സിലെ സ്വർണം പോലെ. കെൻസ ഗോൾഡൻ ഡയമണ്ട്സ്, കല്ലടിക്കോട്, കോട്ടോപ്പാടം, എലമ്പുലാശ്ശേരി.